നമ്മളോട് ഈ കാര്യത്തിൽ ഒരു പ്രത്യേക പകയോടെയുള്ള സമീപനമാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ നമ്മൾ രൂപീകരിച്ച കമ്പനി, ആ കമ്പനി എടുക്കുന്ന കടം അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രയാസമെന്ന് നമ്മൾ പറയുമ്പോൾ ആ സാമ്പത്തിക പ്രയാസം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത്? നമ്മളെ നില വെച്ചാൽ നമ്മൾ വളരെ ഭദ്രമാണ്. എങ്ങനെ ഭദ്രമാണെന്ന്? സംസ്ഥാനം നടത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല രീതിയിലാണ് വളർന്നിട്ടുള്ളത്. 2016 താരതമ്യപ്പെടുത്തിയാൽ 8% വളർച്ചാ നിരക്കാണ് ഇപ്പോൾ കൂടിയത്. 8% കൂടി വളർച്ചാ നിരക്ക്. അത്തരം വർധനവ് രാജ്യത്ത് തന്നെ അപൂർവമാണ്. നമ്മുടെ തനത് വരുമാനത്തിൻ്റെ വർധനവ് ഭീമമായതാണ്. 2016 നിന്ന് ഇപ്പോൾ 23-ലെത്തുമ്പോൾ 41% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നേരത്തെ 2016 5 ലക്ഷത്തിൽ പരം കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്പോഴത് 10 ലക്ഷത്തിൽ പരം കോടി രൂപയാണ്. ഏത് കണക്ക് വെച്ചാലും നമ്മൾ വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രതിശീർഷ വരുമാനം ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിച്ച ചുരുക്കം സംസ്ഥാനങ്ങളേ ഉള്ളൂ. അതിലൊന്ന് കേരളമാണ്. ഇത്രയെല്ലാം നേട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് സാമ്പത്തിക പ്രയാസം നേരിടുന്നത്? എൻ്റെ വിശദമായ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ട തുക കൃത്യമായിട്ട് നൽകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുകയാണ്. നാം എടുക്കേണ്ട വായ്പയിൽ അത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുന്നു, നിയമവിരുദ്ധമായി ഇടപെടുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മുടെ കയ്യിലുണ്ടാകേണ്ട തുകയാണ് ഇല്ലാതാകുന്നത്. എത്രയാത്? ഈ 7 വർഷത്തെ കണക്കെടുത്താൽ ഒരു 1000-10,000 കോടിയല്ല, 1,07,500 കോടിയിൽ പരം രൂപയുടെ കുറവാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടാകേണ്ട വരുമാനത്തിൽ വന്നിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവും? ഇതാണ് നാം ഉന്നയിക്കുന്ന പ്രശ്നം. ഈ പ്രശ്നമാണ് കഴിഞ്ഞ 36 ദിവസം കേരളത്തിലെ 10,000ങ്ങളുടെ മുന്നിൽ, ആകെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കേരളമാകെ ഒറ്റക്കെട്ടായി തന്നെ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കാരണം നമ്മളൊരു സംസ്ഥാനമല്ലേ, ആ സംസ്ഥാനം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടൊരു സംസ്ഥാനമാണല്ലോ. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ആ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നില വരുമ്പോൾ അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജനസമക്ഷം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിനെന്തിനാണ് ജനങ്ങളുടെ മുന്നിൽ പോകുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പിന്നെ ആരെ മുമ്പിലാണ് പോവുക? ജനമാണ് ഏറ്റവും വലിയ കരുത്തുള്ള വിഭാഗം. ജനങ്ങളുടെ കരുത്താണ് ഏറ്റവും പ്രധാനം. ആ ജനങ്ങളെല്ലാ കാര്യവും അറിയണം. അതിനാണ് ജനങ്ങളുടെ മുന്നിൽ പോയത്. അതിൻ്റേതായ ഫലമുണ്ടായില്ലേ? നവകേരള സദസ്സ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്ന് പറയേണ്ടി വന്നല്ലോ, ഞങ്ങൾ വെട്ടിക്കുറക്കുന്നൊന്നുമില്ല, കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കുന്നുണ്ട്.